വത്തിക്കാനിൽ ഇസ്ലാമിക ആരാധനാലയം അനുവദിച്ചു. വാർത്തയിലെ വാസ്തവം വ്യക്തമാക്കിയിരിക്കുകയാണ് താഴത്തെ പിതാവ്. ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച വാർത്തയായിരുന്നു വത്തിക്കാനിൽ ഇസ്ലാമിക ആരാധനാലയം അനുവദിച്ചു എന്നുള്ളത്. ഈ വാർത്തയിലെ വാസ്തവം എന്ത് എന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാത്രോ പരോളിൻ മതാന്തര സംഭാഷണങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്ട് കർദിനാൾ ജോർജ് പൂവക്കാട് എന്നിവരുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് വ്യക്തമാക്കുന്നത്. CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വത്തിക്കാനിൽ മുസ്ലിം പള്ളി, മുസ്ലിം ആരാധനാലയം, മുസ്ലിം പ്രയർ റൂമൊക്കെ അനുവദിച്ചു എന്നൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് എന്നുള്ള വാസ്തവമാണ്. ഞാൻ ഇതേക്കുറിച്ച് വത്തിക്കാനിൽ ബന്ധപ്പെട്ട പലരുമായി ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ്. അതായത് വത്തിക്കാൻ ലൈബ്രറിയിൽ പഠിക്കാൻ, പുസ്തകങ്ങൾ വായിക്കാൻ ഒക്കെ റിസർച്ച് നടത്താനൊക്കെയായി ചില മുസ്ലിം സഹോദരങ്ങൾ വന്നിരുന്നു. അവർ ലൈബ്രറിയുടെ ചാർജുള്ള വ്യക്തിയോട് അവർക്കൊന്ന് പ്രാർത്ഥിക്കാൻ സ്ഥലം ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു പൊതുവായൊരു മുറിയുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ, വാതിലടച്ച് പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറഞ്ഞു. ഇതേക്കുറിച്ച് ചില പത്രങ്ങൾ, റിപ്പബ്ലിക്ക പോലുള്ള പത്രങ്ങൾ അറിയിച്ചു, മുസ്ലിംസിന് പ്രാർത്ഥിക്കാൻ അനുവാദം കൊടുത്തു. അവർ പറഞ്ഞു അവർക്ക് പ്രാർത്ഥിക്കാൻ, പ്രൈവറ്റായിട്ട് പ്രാർത്ഥിക്കാനൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട്, അത് പൊതുവായിട്ടുള്ളതാണ്, ആർക്ക് വന്നാലും പ്രാർത്ഥിക്കാം, അങ്ങനെ ഒരു പ്രത്യേക ഇത് ഉള്ളതല്ല, പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പക്ഷേ ഈ പത്രമാധ്യമങ്ങളുടെ ചോദ്യത്തിൽ വത്തിക്കാനിൽ മുസ്ലിമിന് വേണ്ടി ആരാധനാലയം അല്ലെങ്കിൽ പള്ളി അല്ലെങ്കിൽ ഒരു പ്രയർ റൂം അനുവദിച്ചു എന്നൊക്കെ ഒരു പരസ്യമാണ് ഉണ്ടായത്. വാസ്തവത്തിൽ അങ്ങനെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനമോ അല്ലെങ്കിൽ അതിനായി സ്ഥാപനമോ ഒന്നുമില്ല. പ്രൈവറ്റായിട്ട് ചോദിച്ചു, അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതൊരു സ്ഥിര സംവിധാനമോ അല്ലെങ്കിൽ പ്രഖ്യാപനമൊന്നും അല്ല. അന്വേഷിച്ചപ്പോൾ അത് വത്തിക്കാൻ്റെ ഉന്നത അധികാരികളെല്ലാം അംഗീകരിച്ചിട്ടുള്ളൊരു ഡിക്ലറേഷൻ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതൊരു പ്രൈവറ്റായിട്ടുള്ളവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ചോദിച്ചു. പക്ഷെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പലതരത്തിലായി. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വേർഷൻ ഇതാണ്, അല്ല എന്നോട് പറഞ്ഞതാണ് ഇതൊരു ഔദ്യോഗിക അംഗീകാരമോ പ്രാർത്ഥന മുറിയോ പള്ളിയൊന്നുമല്ല. പഠിക്കാൻ വന്നവർക്ക്, വായിക്കാൻ വന്നവർക്ക് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ പൊതുവായിട്ടൊരു മുറിയുണ്ട്, അവർ പ്രാർത്ഥിച്ചു. ഇത്രയേ ഉള്ളൂ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ വത്തിക്കാനിൽ മുസ്ലിം പള്ളി തുടങ്ങി, മുസ്ലിം ആരാധനാലയം, പ്രാർത്ഥന മുറിയൊക്കെ അംഗീകരിച്ചു, ഔദ്യോഗികമായി ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.